അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊപ്പാൻറ്റുകൾ, അതായത് നമ്മൾ ആൽക്കഹോളിന് എങ്ങനെ പേര് കൊടുക്കാന്ന് പഠിച്ചായിരുന്നു. നമ്മൾ പെട്ടെന്നൊന്ന് ആൽക്കഹോളിന്റെ കാര്യം ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കോമ്പൗണ്ടിന് പേര് കൊടുക്കാം. എങ്ങനെയായിരുന്നു നമ്മൾ ആൽക്കഹോളിന് പേര് കൊടുക്കാൻ പഠിച്ചിരുന്നത്? ആൽക്കഹോളിന് പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇരിക്കുന്ന കാർബണുകളെല്ലാം എണ്ണിട്ട് അതിന്റെ വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക. എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. സോ പെന്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഇരിക്കുന്നത് ഏത് കാർബണിലാണ്, അതിന്റെ പൊസിഷൻ നമ്പർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെയാ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ചെയ്യാം. സോ 1 2 മൂന്നാമത്തെ കാർബണിലാണ് ആരിയിരിക്കുന്നത്? OH ഇരിക്കുന്നത്. തിരിച്ചെണ്ണി നോക്കണം. 1 2 3 മൂന്നാമത്തെ കാർബണിൽ തന്നെയാണ് OH ഇരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് എണ്ണിയാലും ഇങ്ങോട്ട് എണ്ണിയാലും 3 പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ നമ്പർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ചെറിയ നമ്പർ എടുത്തിട്ടാണ് കണ്ടുപിടിക്കുക. 3 തന്നെയല്ലേ, അപ്പൊ 3 തന്നെ എടുക്കാം. ഓക്കെ, സോ പെൻഡാൻ എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഹൈഫൻ കൊടുക്കുക. പെൻഡാൻ ഒരു ഹൈഫൻ കൊടുക്കുക. 3 ഓൾ. പെൻഡാൻ 3 ഓൾ. എന്തിനു വേണ്ടി ഹൈഫൻ കൊടുക്കുക? നമുക്കറിയാം IUPAC നിയമപ്രകാരം ഒരു നമ്പറിന്റെയും ഒരു വേർഡിന്റെയും ഇടയ്ക്ക് എപ്പോഴും എന്ത് കൊടുക്കണം? ഒരു ഹൈഫൻ കൊടുക്കണം. ഓക്കെ അല്ലേ? സോ വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. CH3CH2OH. ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതണം. വളരെ സിമ്പിൾ ആണ്. എത്ര കാർബൺ ഉണ്ട്? 1 2 C2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 2 5 H5. എത്ര H5 ആണോ? ഒന്നുകൂടെ 3 2 5 5 1 6 C2 H6 ആണ് കേട്ടോ. ആ H കൂട്ടണം. ഇനി ബാക്കി എന്താ ഉള്ളത്? ഒരു ഓപ്ഷൻ ഉള്ളത് C2H6O. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക. ഈ H കൂടെ കൂട്ടാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോർമുല C2H6O ആണ്. പൊസിഷൻ നമ്പർ ഓഫ് ആൽക്കഹോളിന്റെ പൊസിഷൻ നമ്പർ എത്ര? 1 2. രണ്ടാമത്തെ കാർബണിലാണ് ആൽക്കഹോൾ ഇരിക്കുന്നത്. തിരിച്ചെണ്ണിക്ക് 1. ഒന്നാമത്തെ കാർബണിൽ തന്നെയാണ് ആൽക്കഹോൾ ഇരിക്കുന്നത് അല്ലെ? ഏതാ ചെറിയ നമ്പർ? 1 ആണ്. സോ പൊസിഷൻ നമ്പർ എത്രയാണ്? 1. അതെ, ഹൗ മെനി കാർബൺസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏതാടാ? ഇതാണ് മെയിൻ ചെയിൻ അല്ലെ? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബണേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇപ്പോ നമുക്ക് ആൽക്കഹോളിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ആൽക്കഹോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഹാലോ ഗ്രൂപ്പാണ്. എന്താണ്? ഹാലോ ഗ്രൂപ്പാണ്. സോ ഹാലോ ഗ്രൂപ്പിനെ പറ്റി നോക്കാം. എന്താണ് ഹാലോ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഹാലോ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജൻസ് നമ്മുടെ കോമ്പൗണ്ടിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹാലോജൻസ് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ വിളിക്കുന്ന പേരാണ് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാലോജൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ പീരിയോഡ് ടേബിൾ നമുക്കറിയാം അല്ലെ? ഇങ്ങനെയാണ് ഏകദേശം പീരിയോഡ് ടേബിൾ ഇരിക്കുന്നത്. പീരിയോഡ് ടേബിളിനകത്ത് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലേ? 1 2 3 തൊട്ട് 10 വരെ ഇവിടെ, 3 തൊട്ട് 12 വരെ ഇവിടെ, 13 തൊട്ട് 18 വരെ ഇവിടെ. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അത് വിട്ടുതരാം. ഓക്കെ, സോ ഇങ്ങനെ കുറെ ഗ്രൂപ്പുകൾ ഇരിപ്പുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഹാലോജൻസ്. 17ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഹാലോജൻസ് എന്ന് പറയുന്നത്. 17ാമത്തെ ഗ്രൂപ്പിൽ വിളിക്കുന്ന പേരാണ്, നമുക്കറിയാം, ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ആൽക്കലി എർത്ത് മെറ്റൽസ്. അങ്ങനെ 17ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഹാലോജൻസ്. ആരൊക്കെയാണ് ഈ ഹാലോജൻസ് എന്ന് പറയുന്നത്? ഹാലോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ പോലുള്ള എലമെന്റുകളാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലുള്ള എലമെന്റുകളാണ് ആരെന്ന് പറയുന്നത്? ഹാലോജൻസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ പ്രത്യേകത, ഈ കോമ്പൗണ്ടുകൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോണെ വലിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ നോക്കാം. നമുക്കിപ്പോ ജസ്റ്റ് ഇത് ആരൊക്കെയാന്നുള്ള കാര്യം വ്യക്തമായിരിക്കണം. ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലുള്ള എലമെന്റുകളാണ് ഹാലോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ, നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഒരു H-നെ എടുത്ത് മാറ്റിയതിനു ശേഷം അതിന് പകരം ഈ എലമെന്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹാലോ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നു നമ്മൾ പറയും. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം ഇതിന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ്, പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്, പൊസിഷൻ നമ്പർ എങ്ങനെയാണ്. സിമ്പിൾ ആണ്. ഓക്കെ, ബ്രാഞ്ചിന് പേര് കൊടുക്കാൻ അറിയാവോ? ബ്രാഞ്ചിന് പേര് കൊടുക്കാൻ അറിയാമെങ്കിൽ എക്സാക്ട് സെയിം തന്നെയാണെന്ന് പറയുന്നത് ഹാലോ ഗ്രൂപ്പിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ ഇവന്മാരെ കുറച്ച് ചെല്ലപ്പേരുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കോമ്പൗണ്ടുകളുടെ കുറച്ച് ചെല്ലപ്പേരുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ചെല്ലപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഫങ്ഷണൽ ഗ്രൂപ്പ് മീൻസ് ഒരു കോമ്പൗണ്ടിനകത്ത് ഹാലോജൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാലോജൻസ് നല്ല വിളിക്കുക, അതിനൊരു ചെല്ലപ്പേര് വിളിക്കും. കണ്ടോ? ഹാലോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹാലോ. ഓക്കെ, ഹാലോജൻസ് നമ്മൾ ഹാലോ എന്ന് വിളിച്ചില്ലേ? അതേപോലെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ അവനെ നമ്മളെ നീട്ടി വിളിക്കും. നമ്മളെ കോമ്പൗണ്ടിനകത്ത് ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ വിളിക്കും ഫ്ലൂറോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും?
ഫ്ലൂറോ എന്ന് വിളിക്കും. ക്ലോറിൻ വന്നു കഴിഞ്ഞാലോടാ, ക്ലോറിൻ വന്നാൽ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ക്ലോറിനെ എന്ത് വിളിക്കും? ക്ലോറോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്ലോറോ എന്ന് വിളിക്കും. ഇനി ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? ബ്രോമോ എന്ന് വിളിക്കും. ബ്രോമിൻ വന്നു കഴിഞ്ഞാല് ബ്രോമോ എന്ന് വിളിക്കും. ഐഡിൻ വന്നു കഴിഞ്ഞാലോ, ഐഡിൻ വന്ന് നമ്മൾ എന്ത് വിളിക്കും? അയഡോ എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? കോമ്പൗണ്ടുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുമ്പോൾ ഫ്ലൂറിൻ ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ഫ്ലൂറിനെ നമ്മൾ വിളിക്കുന്നത് ഫ്ലൂറോ എന്നായിരിക്കും. ക്ലോറിൻ ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ക്ലോറിനെ നമ്മൾ വിളിക്കുന്നത് ക്ലോറോ എന്നായിരിക്കും. ബ്രോമിൻ ഉണ്ടെങ്കിൽ ബ്രോമിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രോമോ എന്ന് വിളിക്കും. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ ആണ്. ഇനി എങ്ങനെ നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാന്ന് പറയാം. വളരെ സിമ്പിൾ ആണ്ട്രാ. നോക്ക്, എന്റെ കയ്യിൽ CH4 ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു H-നെ എടുത്ത് കളഞ്ഞു. ഈ CH4ന്റെ കയ്യിൽ നിന്ന് ഒരു H-നെ എടുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു H-നെ ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇപ്പൊ എത്രയായി? CH3 ആയി. ഇനി അതിന് പകരം ഞാൻ ഒരു ക്ലോറിനെ ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ഇത് വെച്ചു എന്ന് വിചാരിക്കുക, ക്ലോറിനെ വെച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് നമ്മൾ എങ്ങനെയാണ് എഴുതുക? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബ്രാഞ്ചിന് പേര് കൊടുക്കൂലേ, അതേമാതിരി. ഇനി പറ, ഈ ക്ലോറിന്റെ പൊസിഷൻ നമ്പർ എത്ര? ഈ ക്ലോറിന്റെ പൊസിഷൻ നമ്പർ. ഹൗ ടു ഫൈൻഡ് പൊസിഷൻ നമ്പർ? എത്രാമത്തെ കാർബണിൽ ഇരിക്കും? ഇവിടെ ആകെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ പൊസിഷൻ നമ്പർ എത്ര? 1. ഇനി നമ്മൾ ബ്രാഞ്ചിന്റെ പേര് അങ്ങനെ കൊടുത്തോണ്ടിരുന്നത്, ആദ്യം പൊസിഷൻ നമ്പർ എഴുതും അല്ലെ? എവിടെ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ വിളിക്കും, എന്നിട്ട് ബ്രാഞ്ചിന്റെ പേര് പറയും, എന്നിട്ട് മെയിൻ ചെയിന്റെ പേര് പറയും. അങ്ങനെ അല്ലായിരുന്നോ? ആദ്യം പൊസിഷൻ നമ്പർ, ബ്രാഞ്ചിന്റെ പേര്, മെയിൻ ചെയിന്റെ പേര്. സെയിം രീതിയിൽ ഇവിടെ നമ്മൾ എങ്ങനെ പേര് കൊടുക്കുക? ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ എഴുതി 1. ഇനി ബ്രാഞ്ചിന്റെ പേര്. ഈ ബ്രാഞ്ചിന്റെ പേര് എന്തുവാടാ? ഇത് ക്ലോറിൻ അല്ലേ? ക്ലോറിൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോ എന്ന് വിളിക്കണം അല്ലെ? സോ 1 ക്ലോറോ നമ്മൾ വിളിച്ചു. 1 ക്ലോറോ. ഇനി മെയിൻ ചെയിന്റെ പേര്. മെയിൻ ചെയിനിൽ ആരാ ഉള്ളത്? ആകെ ഒരേ ഒരു കാർബൺ ഉള്ളു. ഒരേ ഒരു കാർബൺ ആണെങ്കിൽ എന്താ വിളിക്കുക? മെത്തന്നല്ലേ വിളിക്കുക? മീതെയിൻ. 1 ക്ലോറോ മീതെയിൻ. 1 ക്ലോറോ മീതെയിൻ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ ആകെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ 1 ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ക്ലോറോ മീതെയിൻ എന്ന് വിളിക്കാം. കാരണം എന്താ? 1 വന്ന് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യാറില്ല? എഴുതാറില്ല. നമുക്ക് നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെ ക്ലോറോ മീതെയിൻ എന്ന് വിളിക്കാം. ഇനി നമുക്ക് 2 കാർബൺ വരുമ്പോൾ എങ്ങനെ നോക്കാം? CH3 CH2. ഇവിടെ CH3 നേരത്തെ വരണം. ഞാനൊരു ഹൈഡ്രജനെ മാറ്റി. CH3 CH2 Cl. ആ പരീക്ഷ എങ്ങനെയാണെങ്കിലും ചോദിക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്ത് എഴുതാം. CH2 Cl എന്ന് എഴുതാം. ചിലപ്പോൾ അവരിങ്ങനെ താഴോട്ട് ഇങ്ങനെ Cl ഇട്ടെന്ന് വരും, ചിലപ്പോൾ ഒരു മുകളിലോട്ടെന്ന് വരും. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം ഒരേ സാധനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഒരു ഇതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇടുവാണ്. ഓക്കെ. CH3 CH2 Cl. CH3 CH2 Cl. ഓക്കെ. ഇതിന്റെ പേര് എങ്ങനെ എഴുതുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പൊസിഷൻ നമ്പർ എഴുതണം അല്ലെ? സോ 1 2 രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ ഇരിക്കുന്നത്. തിരിച്ചെണ്ണുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർബൺ, ഇത് കാർബൺ അല്ല, ഇത് ക്ലോറിൻ ആണ് കേട്ടോ. പല കുട്ടികളും ഇവിടുന്ന് കാർബൺ, അതായിരിക്കുന്ന ഒരു കാർബൺ 1 ഇടരുത്. ഇത് ക്ലോറിൻ ആണ്, കാർബൺ അല്ല. ഓക്കെ. സോ ഒന്നാമത്തെ കാർബണിൽ തന്നെ എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട് അല്ലെ? ഒന്നാമത്തെ കാർബണിൽ തന്നെ ക്ലോറിൻ ഉണ്ട്. സോ ഇതിന്റെ ഫംഗ്ഷണൽ പൊസിഷൻ നമ്പർ എത്ര? 1 ആണ്. ഇനി ആരെ അവിടെ വന്നേക്കുന്നത്? ക്ലോറിൻ ആണ് വന്നേക്കുന്നത്. സോ ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കും? 1 ക്ലോറോ. ഇനി എത്ര കാർബൺ ഉണ്ട്? എത്ത് ഈതെയിൻ. 1 ക്ലോറോ ഈതെയിൻ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. ഇനി ക്ലോറിൻ അല്ല, ഇവിടെ ഫ്ലൂറിൻ ആണ് വന്നിരുന്നെങ്കിലോ? ഇവിടെ നമുക്ക് ഫ്ലൂറിനെ വന്നിരുന്നെങ്കിൽ ഇതിന്റെ പേര് എന്ത് വന്നേനെ? ആദ്യം പൊസിഷൻ നമ്പർ എത്ര? 1 ഫ്ലൂറോ ഈതെയിൻ. 1 ഫ്ലൂറോ ഈതെയിൻ. ദാറ്റ്സ് ഓൾ. അത്ര ഉള്ളടാ, സിമ്പിളാ. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ എടുക്കാം. CH3 CH2 CHCl CH3. എടാ 2 ക്ലോറിനൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെന്താ ചെയ്യാ? 2 ക്ലോറിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഞാൻ ബ്രാഞ്ച് പഠിപ്പിച്ചിട്ടില്ലേ? ബ്രാഞ്ച് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? എക്സാക്ട് സെയിം. ഒന്നുമില്ല. നോക്കും. ബ്രാഞ്ച് പഠിപ്പിച്ചപ്പോ പേരിടാൻ നേരത്തെ ഞാൻ എങ്ങനെ ഇടണമെന്നാ പറഞ്ഞേ? നോക്കിയേ. നമ്മൾ ആദ്യം പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കും അല്ലെ? ആദ്യം നമ്മൾ അങ്ങോട്ട് എണ്ണിട്ട് എഴുതി വെക്കും, ഇങ്ങോട്ട് എണ്ണിട്ട് എഴുതി വെക്കും. അങ്ങോട്ട് എണ്ണുമ്പോൾ നോക്കേ, 1-ൽ-ഒന്നുമില്ല, 2-ൽ-ഒന്നുമില്ല. അവിടെ 3-ൽ-ഒരു ക്ലോറിൻ കിടക്കുന്ന, 3-ൽ-ഒരു ക്ലോറിൻ കിടക്കുന്നു. അവിടെ 4-ലും കിടക്കുന്ന ഒരു ക്ലോറിൻ, 4-ലും ക്ലോറിൻ ഉണ്ട്. 5-ൽ-ഒന്നുമില്ല. അപ്പൊ അങ്ങോട്ട് എണ്ണിയത് നമ്മൾ തീർത്തു, ഇങ്ങോട്ട് എണ്ണിയത് നമ്മൾ തീർത്തു. തിരിച്ചെണ്ണ 1. അവിടെ 2-ൽ-ഒരു ക്ലോറിൻ, 2-ൽ ക്ലോറിൻ, ഇങ്ങോട്ട് എണ്ണിയപ്പോ 2-നകത്ത് ക്ലോറിൻ കിടക്കുന്നു. 3-ലും ക്ലോറിൻ. ഇനി പറ, ഏത് നമ്പരാ ചെറുത്? അങ്ങോട്ട് എണ്ണിയപ്പോഴാണ് ഇങ്ങോട്ട് എണ്ണിയപ്പോൾ നമുക്ക് ചെറുത് കിട്ടിയത്? 3-ഉം 4-ഉം ആണോ 2-ഉം 3-ഉം ആണോ ചെറുത്? 2-ഉം 3-ഉം ആണ് ചെറുത്. അറിയാലോ. അപ്പൊ നമ്മൾ പൊസിഷൻ നമ്പർ ആദ്യം എന്ത് ചെയ്തും? 2,3.
ഇനി ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, ഈ മീതയിൽ എണ്ണം വന്നപ്പോൾ ഞാൻ അതിനെ എന്ത് പറയാനാ വിളിച്ചത്? എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞത്? എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഡൈ എന്ന് വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നു? അതേമാതിരി സെയിം എക്സാക്ട് സെയിം സിമ്പിൾ. 2 ക്ലോറിൻ വന്നതിനെ കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഡൈക്ലോറോ. എന്ത് വിളിക്കുന്നു? ഡൈക്ലോറോ. ക്ലോറോ അല്ലടാ, 2 എണ്ണം ഉണ്ട്. സോ ഡൈക്ലോറോ. 2,3 ഡൈക്ലോറോ. ഇനി മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡെയിൻ. സിമ്പിൾ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. തനിയെ ചെയ്തു നോക്കുക. കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരാം, തനിയെ ചെയ്തു നോക്കുക. തന്നെ ചെയ്തു നോക്കില്ല ശരിയാകത്തുള്ളൂ. ഓക്കെ, CH3 CH2 CHCl CHCl CH2 CH3. ഒന്ന് ചെയ്തു നോക്കുക. തനിയെ ചെയ്തു നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. തനിയെ ചെയ്തു നോക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി ഇത് എന്തായാലും നിങ്ങൾ തന്നെ ചെയ്തു. ഞാൻ വേറൊരു കേസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ പോണ എല്ലാ കേസുകളും ഞാൻ കാണിച്ചു തരാം. CL എപ്പോഴും ഇടുന്ന എന്തിനാ? ഫ്ലോറിൻ ഇടാം. ഐഡിൻ വേണമെങ്കിൽ ഐഡിൻ. ഓക്കെ, നമ്മൾ ഫ്ലോറിനും പേര് ഓൾറെഡി എഴുതി. എല്ലാം സെയിം തന്നെയാണ്. CH2 CH3. ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കും? ഇതിന്റെ പേര് ഒന്നുമില്ല. പോസിറ്റീവ് നമ്പർ എഴുതാം. പോസിറ്റീവ് നമ്പർ എങ്ങനെ എഴുതും? ഇവിടെ 1, ഇവിടെ 2. 2 അതെന്താ എഴുതാത്തെ? 2I. 2 ഒരു ഐഡിൻ ഉണ്ട്. അവിടെ 3 3 2 ഐഡിൻ അല്ലെ? 3 ഒരു ഐഡിൻ, 3 വേറൊരു ഐഡിൻ അല്ലെ? 3 ഇവിടെ ഐഡിൻ ഉണ്ട്, ഇവിടെ ഐഡിൻ ഉണ്ട് അല്ലെ? അപ്പൊ 3 2 ഐഡിൻ ഉണ്ട്, 2 എണ്ണം. ഓക്കെ, സോ 4 5 തിരിച്ചെണ്ണ. 1 2 3 നടക്കുന്ന 3 ഒരു ഐഡിൻ ഉണ്ട്, 3 വേറെ ഐഡിൻ ഉണ്ട് അല്ലെ? 4 എന്തുണ്ട്? 4 ഒരു ഐഡിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് എണ്ണിയപ്പോ ഇതാണ് കിട്ടിയത്, ഇങ്ങോട്ട് എണ്ണിയപ്പോ ഇതാണ് കിട്ടിയത്. ഇനി പറ 2,3,3 or 3,3,4 ഏതാ ചെറുത്? അവിടെ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും? 2,3,3 ആണ് ചെറുത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ ചെറുത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു ഭയങ്കര ഡൗട്ട് വന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കി, ഇത് കാണുമ്പോൾ മനസ്സിലാവും 2,3,3 ആണ് ചെറുതെന്ന്. ഇനി സപ്പോസ് നിങ്ങൾക്ക് പറ്റുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടും കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ഏതാണ് ചെറുതെന്ന്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത് 3 കൂടെ കൂട്ടി നോക്കുക. ഇതിനൊന്ന് കൂട്ടിക്കേടാ. 2 + 3 5, 5 + 3 8. ഇത് കൂട്ടിക്കേടാ. 3 + 3 6, 6 + 4 10. ഏതാ ചെറുത്? 8. ഓഫ് കോഴ്സ് സിമ്പിൾ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുവാണ്, രണ്ടെണ്ണത്തിൽ ഏതാണ് ചെറുതെന്ന് ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അത്രയ്ക്കൊക്കെ ഉള്ളൂ, ഇത്രയ്ക്കൊക്കെ ഉള്ളടാ. ഇനി പറ ഏതെണ്ണൊക്കെ എടുക്കണ്ടേ? 2,3,3 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2,3,3. എടാ മനസ്സിലാക്കുക, 3 നിങ്ങൾ ഐഡിൻ കണ്ടു, 3 മറ്റേ ഐഡിൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് 2 വട്ടം എഴുതണം. നിങ്ങളിത് തെറ്റിക്കുന്ന കാര്യം. 2,3 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിയത്. 2,3 എന്ന് മാത്രം. എനിക്കറിയാം 2 ഒരെണ്ണം ഉണ്ട്, 3 2 ഉണ്ട്, അങ്ങനെ അങ്ങ് എഴുതിയാൽ പോരെ? അല്ലല്ല, 3 ഒരെണ്ണം ഉണ്ട്, 3 വേറെ 2 പ്രാവശ്യം 3 എഴുതണം. 2 പ്രാവശ്യം 3 എഴുതണം. ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേൾക്കാം. 3 ഒരു ഐഡിൻ ഉണ്ടെന്നും പറഞ്ഞ അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോരുത്. 3 2 ഐഡിൻ വരുന്നുണ്ടെങ്കിൽ ആ 3 2 വട്ടം എഴുതണം. ഓക്കെ, ഞാൻ പറഞ്ഞ കൃത്യമല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 2,3,3. ഇനി എത്ര ക്ലോറിൻ ഉണ്ട് ഇവിടെ? സോറി, ക്ലോറിൻ അല്ല, ഐഡിൻ. എത്ര ഐഡിൻ ഉണ്ട് ഇവിടെ? 3 എണ്ണം ഉണ്ട്. 2 വന്നാൽ നമ്മൾ ഡൈ എന്ന് വിളിക്കും, 3 വന്നാൽ നമ്മൾ എന്ത് വിളിക്കും? ട്രൈ എന്ന് വിളിക്കും അല്ലെ? സോ 2,3,3 ട്രൈ അയഡോ. ഇനി മെയിൻ ചെയിൻ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡെയിൻ. 2,3,3 ട്രൈ അയഡോ പെൻഡെയിൻ. ദാറ്റ്സ് ഓൾ സിമ്പിൾ. അത്ര സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ.